തിരുമേനി, അപ്പോൾ നമ്മൾ തിരുമേനിയുടെ നാൾവഴികളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ തിരുമേനി 3 ഭദ്രാസനങ്ങളുടെ ചുമതലയാണ്. ഇതിനു മുൻപ് വേറെയും ഭദ്രാസനങ്ങളുടെ ചുമതലയിലുണ്ടായിരുന്നു. അടുത്തിടെയായി ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ അവിടെ ഒരു ആസ്ഥാന മന്ദിരം പണിയുകയും അതിൻ്റെ കൂദാശ നിർവഹിക്കുകയും അത് ആ ഭദ്രാസനത്തിനും തിരുമേനിക്ക് പരിശുദ്ധ സഭയ്ക്കുമൊക്കെ വലിയ അഭിമാനമായി മാറുകയും ചെയ്തു. ആ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് തിരുമേനിയുടെ ദീർഘവീക്ഷണം എന്താണ് എന്ന് പറയൂ. അച്ഛൻ, ഞാൻ വാസ്തവത്തിൽ എന്നെ മെത്രാനായി കഴിഞ്ഞിട്ട് എന്നെ നിയമിച്ചത് 2.5 പള്ളികളുള്ള ഒരു ഭദ്രാസനത്തിലേക്കാണ്. ഞാൻ അതൊരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ പശ്ചാത്തല തിരുമേനി അച്ഛനായിട്ടിരുന്നപ്പോൾ അവിടെ മദ്രാസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള സീനിയർ മെമ്പേഴ്സ് എല്ലാം തിരുമേനിയായിട്ട് ഭയങ്കര ബന്ധമുള്ളവർ. അതുകൊണ്ട് എനിക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ. ഒരു പ്രയാസം ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡൽഹി ഭദ്രാസനത്തിന് ചാർജ് ചെന്നു. അത് വലിയൊരു ഡയസ് പറയാം. വലിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 14 സ്റ്റേറ്റ്, അതിൻ്റെ മൊത്തം പഞ്ചാബ് ലുധിയാന മുതൽ ഇങ്ങ് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൽക്കട്ട, ബിലായ്, ഭോപ്പാൽ, അങ്ങനെ രാജസ്ഥാൻ, അങ്ങനെ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഡയോസിസാണ്. അവിടെയും ഏകദേശം 8 വർഷത്തോളം കാലം ഞാൻ ശുശ്രൂഷിച്ചു കഴിയുന്ന രീതിയിൽ. അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഒന്ന് വെച്ചുകൊണ്ട് വലിയ സംഭവമാക്കിയെന്നല്ല ഞാൻ പറയുമ്പോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. വീണ്ടും ബാംഗ്ലൂർക്ക് വന്നു. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനവിടെ വരുമ്പോൾ അവിടെ 8 പള്ളികളായിരുന്നു. അത് 4 പള്ളികൾ പുതിയതായിട്ട് സ്ഥാപിക്കാൻ പറ്റി. അങ്ങനെ 12 പള്ളികളായി. വീണ്ടും ഒരു ഭദ്രാസനത്തിനൊരു ആസ്ഥാനമില്ലായിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ ഹൊസാറോഡ് പള്ളിയിലാണ് താമസിക്കുന്നത്. ഒരു വ്യക്തി, അദ്ദേഹം മുമ്പോട്ട് വന്ന്, റെജി ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം മുമ്പോട്ട് വന്ന്, അദ്ദേഹം ഒരു ദിവസം ഞാനും അദ്ദേഹവുമായിട്ട് ഒത്തിരി യാത്ര ചെയ്തു. അത് വേറെ ഒന്നിനുമല്ല, ഭദ്രാസനത്തിനൊരു ആസ്ഥാനം, ഒരു സംവിധാനം ഉണ്ടാകുന്നുള്ള അതിനൊരു ഒരു താല്പര്യം എടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്ര. അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുമേനി ഒരു സ്ഥലം കണ്ടെത്തും, ഞാൻ അവിടെ ഒരു അരമന കെട്ടിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഒത്തിരി പൈസ മുടക്കൊക്കെ ആവില്ലേ, എത്ര രൂപ മുടക്കം വന്നാലും ഞാനത് ശരിയാക്കിക്കോളാം, ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ മതി, തിരുമേനി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു സ്ഥലം കണ്ടെത്തി, എലയങ്ക എന്ന് പറഞ്ഞ സ്ഥലം കണ്ടെത്തി. ഒരു 3500 സ്ക്വയർ ഫീറ്റിൽ ഒരു സ്ക്വയർ ഫീറ്റ് പോലും കൂടാൻ പാടില്ലെന്ന് പറഞ്ഞാണ് ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ഒരു ധാരണ. പക്ഷേ സംഭവം പണിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുമേനി എന്നെ കുറ്റം പറയരുത്, ഞാനത് കുറച്ച് നല്ല രീതിയിലാണ് പണിയാൻ പോണത്, അതിൽ തിരുമേനി ഭാരപ്പെടുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കാര്യങ്ങൾ പോവുകയാണുണ്ടായത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവ്, അത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം, അദ്ദേഹത്തോട് സഭയോടുള്ള ബന്ധം, ആ ഒരു ബന്ധമാണ് അത് പ്രയോജനപ്പെടുത്തിയത്. നമ്മൾ മൈലാപ്പൂർ ഭദ്രാസനത്തിലും ഇങ്ങനെയുള്ള ആശയങ്ങളും മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആസ്ഥാനങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കും. മൈലാപ്പൂർ ഭദ്രാസനത്തിൽ ഇപ്പോൾ നിലവിൽ ആസ്ഥാനമുണ്ട്. അവിടെ ഒരു വലിയ സംവിധാനമൊന്നുമില്ല, പക്ഷേ എന്നാലും ആസ്ഥാനമുണ്ട്. അവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു റിട്ടയർമെന്റ് ഹോം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലൊരു ബിൽഡിംഗ് ആണ്. ഒരു 12,000-ഓളം സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട്. അത്രയും വലിപ്പമുള്ള മൾട്ടി 3 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്. ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. നല്ലൊരു സംവിധാനമാണ്. ലാസർ ഗാർഡൻ അവിടെ. UK ഭദ്രാസനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം 51ഓളം പള്ളികളും 40-നടുത്ത് വൈദികരും ഒക്കെ ഉള്ള ഒരു വലിയ വളർച്ചയുടെ ഒരു പാതയിലൂടെ പോവുകയാണ്. തിരുമേനി ഏകദേശം 3 വർഷത്തിൽ കൂടുതലായി UK ഭദ്രാസനത്തിൻ്റെ പാത്രിക്കൽ വികാരായിട്ട് ചുമതലയേക്കും. തിരുമേനി വന്നതിന് ശേഷമുള്ള ഈ അടുത്ത നാളുകളിലാണ് ഇത്രയധികം ദേവാലയങ്ങൾ അവിടെ ഉണ്ടായത്. ആളുകൾ കണ്ടമാനം അവിടെ വരുന്നു. അപ്പോൾ അവിടെ പരിശുദ്ധ സഭ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് UK ഭദ്രാസനം. അവിടെ നമുക്ക് വർഷത്തിലൊരിക്കൽ ഫാമിലി കോൺഫറൻസ്, കരോൾ മത്സരങ്ങൾ, അങ്ങനെ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടുള്ള തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ടും തിരുമേനി നാട്ടിലാണെങ്കിലും ഓൺലൈനായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശിച്ച് നേതൃത്വം നൽകിയൊക്കെ പോവുകയാണ്. അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് തിരുമേനി ഒന്ന് പറയാമോ? ഞാൻ 3 വർഷം കഴിഞ്ഞു അവിടെ ചുമതലയേറ്റിട്ട്. അത് വെയിൽസിലാണെങ്കിലും സ്കോട്ട്ലൻഡിലാണെങ്കിലും മിഡ്ലാൻഡിലാണെങ്കിലും അതേപോലെ തന്നെ നോർത്തേൺ അയർലൻഡിലാണെങ്കിലും നമ്മുടെ ആളുകൾ ഒത്തിരി സ്പ്രെഡായിട്ടുണ്ട് അവിടെ. അപ്പോൾ അവരെ എല്ലാവരും ഒന്ന് കൂട്ടി വരുത്തുക, അവർക്കെല്ലാവർക്കും ആരാധന സംവിധാനം ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതാണ്, മുൻഗണന അതാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു നിശ്ചിത ശതമാനം വരെ അത് സക്സസ് ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവം കൃപ ചെയ്ത് നമുക്ക് ഒരുക്കി തന്നതെന്ന് പറഞ്ഞാൽ ഇത്രയധികം വൈദികരുടെ ഒരു മൈഗ്രേഷൻ അങ്ങോട്ട് ഉണ്ടായതുകൊണ്ടാണ്.
അച്ഛന്മാർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛന്മാരോട് ഏതെങ്കിലും ഒരു പള്ളിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു മടിയൊന്നുമില്ല. ഒരച്ഛൻ പോലും എൻ്റെ അടുക്കൽ ദൂരെ കൂടുതലാണ് അല്ലെങ്കിൽ അവിടെ എനിക്ക് പ്രയാസമാണ് എന്നോട് ഇതുവരെ ഒരു അച്ഛൻ പോലും പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു സങ്കടം, എല്ലാ അച്ഛന്മാർക്കും 4 ഞായറാഴ്ച എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവരെ 4 ഞായറാഴ്ച അവർക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമാണ് എനിക്കുള്ളത്. അത്രയും നമുക്ക് ദൈവം സഹായിച്ച അച്ഛന്മാരൊക്കെ ഉണ്ട്. പിന്നെ ഈ രണ്ടാമതായിട്ട് നമുക്ക് അവിടെയുള്ള സ്പിരിച്വൽ ഓർഗനൈസേഷൻസിനെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്താൻ സാധിച്ചു. അത് നമ്മുടെ അന്തീമ സിനിമയിൽ ഉള്ളപ്പോൾ സൺഡേ സ്കൂൾ നല്ല സ്ട്രോങ് ആണ്, വനിതാ സമാജം, അതേപോലെ തന്നെ അച്ഛൻ ചുമതലയിലുള്ള മീഡിയ, നമ്മുടെ യൂത്ത് സ്റ്റുഡൻസ് മൂവ്മെന്റ് എല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അച്ഛൻ നമ്മളിപ്പോൾ നമ്മുടെ ഈ നിലവിലുള്ള നമ്മുടെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ സഭയുടെ വിശ്വാസവും ഈ സഭയുടെ പാരമ്പര്യങ്ങളൊക്കെ നെഞ്ചിലേറ്റിക്കൊണ്ട് അവർ മുമ്പോട്ട് പോകും. കാരണം അവർക്കൊരു അടിസ്ഥാനമുണ്ട്. നാട്ടിൽ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നവരാണെങ്കിൽ ഗൾഫിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്നതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു ബേസിക് ഉണ്ട്. പക്ഷേ ഈ അവിടെ ജനിച്ച് അവിടെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെ അവരെ രൂപകൽപ്പന ചെയ്യുന്നുവോ, ഫോർമുലേറ്റ് ചെയ്യുന്നുവോ, അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ശ്രദ്ധ. അച്ഛൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ അവിടെ നിന്നും വൈദികരുണ്ടാവണം. ഇനി ഈ നമ്മുടെ നാട്ടിൽ നിന്ന്, ഞാനാണെങ്കിലും നാട്ടിൽ നിന്ന് ചെല്ലുന്ന വൈദികരാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇന്നത്തെ ന്യൂജൻ അവർക്ക് ചില വാക്കുകളൊക്കെ കൺഫ്യൂസ്ഡ് ആകും. കാരണം ആ ഒരു ഇത് പ്രൊനൗൺസിയേഷനിലുള്ളതായ വ്യത്യാസവും വലിയ വ്യത്യാസം, ഡയലക്ട് അതൊക്കെ വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് ഒരു വൈദികർ, ഇപ്പം മറ്റുള്ള സഭകളുടെ ഞാൻ ശ്രദ്ധിച്ചു, മറ്റ് പല സഭകളുടെയും ഒക്കെ ഒരു പ്രത്യേകത, അവിടെ നിന്നും അച്ഛന്മാരുണ്ടാകുന്നു. ഞാനിപ്പോൾ ഒരു 3-4 പേരെ തെരഞ്ഞു പിടിച്ച് കണ്ട്. ഇപ്പോൾ ഒരാൾ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെ 1-2 പേര് അവരുടെ സെക്യുലർ കഴിഞ്ഞാൽ അവർ സെമിനാരി പോകാൻ താല്പര്യമുള്ളവരായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാൻ എല്ലാ പള്ളികളിൽ ചെന്നാലും ഞാൻ പ്രസംഗിക്കും, ഇവിടെ നിന്നും വൈദികരുണ്ടാവണം. ഈവൻ ഫാമിലി കോൺഫറൻസുകൾക്ക് ഞാൻ പ്രസംഗിക്കും, ഇവിടെ നിന്നും വൈദികരുണ്ടാവണം. കാരണം ആ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ ആ പുതിയ ജനറേഷനായിട്ടുള്ള ഇന്ററാക്ഷൻ കുറച്ചുകൂടെ കറക്റ്റ് ആവത്തുള്ളൂ. അത് വേണം. കാരണം പലപ്പോഴും നമ്മൾ അവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആശയക്കുഴപ്പങ്ങൾ അവർക്കുണ്ട്. പലർക്കും പല ക്ലാരിഫിക്കേഷൻ വേണ്ടതായിട്ടുണ്ട്. നമ്മൾ വൈദികർക്ക് പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു വേവ് ലെങ്ത്തിലേക്ക് വരണമെങ്കിൽ ഒരു പക്ഷെ അവിടെ നിന്നുള്ള വൈദികർ ഉണ്ടാവും. വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട എപ്പോഴും ഞാനിതിനൊരു മുൻഗണന കൊടുക്കുന്നത് അതിനാണ്. നമ്മുടെ അവിടെ നിന്നും കുറേ വൈദികരുണ്ടാവണം. അവരെ കൊണ്ട് ഈ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് ഒക്കെ വളർത്തണം. അപ്പോൾ ബാംഗ്ലൂരിൽ എനിക്ക് അങ്ങനെ ചില ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് 1-2 അച്ഛന്മാരൊക്കെ ഉണ്ടായി. അവരിപ്പോൾ അവിടുത്തെ സ്പിരിച്വൽ ഓർഗനൈസേഷൻ അവർ ടേക്ക് ഓവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെതായ മാറ്റം അവിടെ ഉണ്ട്. തിരുമേനി, ഇപ്പോൾ നമ്മളുടെ യൂത്ത് സ്റ്റുഡൻസ് മൂവ്മെൻ്റ് ഒക്കെ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ വളരെ സജീവമായിട്ട് പോകുന്നു. അവരിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി തിരുമേനി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവിടുത്തെ പള്ളികൾ 51 പള്ളികളുണ്ട്. ഇനിയും നിരവധി പള്ളികൾ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. കാരണം കൂടുതൽ ആളുകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ ഭദ്രാസനത്തിനൊരു ആസ്ഥാനം വേണമെന്ന് ആഗ്രഹിച്ച് ആ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അവിടെ തിരുമേനിയുടെ ഒരു വിഷൻ എന്താണ്? ഒരു ഭദ്രാസനം എന്നുള്ള ഒരു സംവിധാനം അത് നിലനിൽക്കണമെങ്കിൽ ഒരാസ്ഥാനം ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ ഭദ്രാസനം ലൈവായി നിൽക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഫാമിലി കോൺഫറൻസ്. ഈ ഫാമിലി കോൺഫറൻസിന്റെ ഒരുക്കം ഈ ജൂൺ മുതൽ നമ്മൾ ആരംഭിക്കുക, നടക്കുന്ന സെപ്റ്റംബറിലാണ്. അപ്പോൾ നമുക്കൊരു കോർഡിനേഷൻ ഉണ്ട്, എല്ലാ പള്ളികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇതൊരു സ്ട്രക്ചറാണ്. ഇനി ഈ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കരോൾ വിരുന്ന്. അത് ഡിസംബർ വരെ നമ്മൾ പോകും. ഡിസംബർ കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ പാഷൻ വീക്ക്, അതും ഭദ്രാസനമാണ്. അച്ഛന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്യും, അതേപോലെ നാട്ടിൽ നിന്ന് അച്ഛന്മാരെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് ഭദ്രാസനമാണ്. അപ്പോൾ ഒരു ഭദ്രാസനം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മുടെ അവിടെയുള്ള പള്ളികളൊക്കെ ലൈവ് ആവണം. അല്ലാതെ ഒരു പള്ളി തുടങ്ങാൻ വേണ്ടി മാത്രം ഒരു മെത്രാപ്പോലീത്തായും, കൽപ്പന തരാൻ വേണ്ടി മാത്രം മെത്രാപ്പോലീത്തായും, ഒരു അച്ഛനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു മെത്രാപ്പോലീത്തായും, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറരുത്. നമുക്ക്
മെത്രാപ്പോലിത്ത ഹൂവർ ഇറ്റ് മേ ബി, ഞാനായിരിക്കാം, ഞാൻ അവിടുത്തെ പാത്രിക വികാരിയാണ്, കഴിഞ്ഞ പ്രാവശ്യം വേറെ തിരുമേനി, വരാൻ പോകുന്ന തിരുമേനി ആര് തന്നെയാണെങ്കിലും അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കേന്ദ്ര ബിന്ദുവാണ്. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള സംവിധാനം, അച്ഛന്മാർ, അതിൻ്റെ കീഴിൽ പള്ളികൾ, അങ്ങനെയുള്ള സംവിധാനം, അതാണ് ആ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ സഭയ്ക്കുള്ളത്. അതാണ് ഒരു എപ്പിസ്കോപ്പൽ പാറ്റേൺ ഓഫ് ദ ചർച്ച് എന്ന് പറയുന്നത്. ഭദ്രാസനത്തിനൊരു ആസ്ഥാനം ഉണ്ടാവണം, കാരണം അവിടെയുള്ള ജനം തിരക്കാം. ഇപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ പള്ളികളിൽ ചെല്ലുമ്പോൾ എന്നെ അവിടെയുള്ള വിശ്വാസികളാണ് അവരുടെ ഭവനത്തിൽ കൊണ്ടുപോകുന്നത്, താമസിക്കാനുള്ള സൗകര്യം മുതൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം മുതലെല്ലാം തരുന്നത്. പക്ഷേ ഇത് എത്രത്തോളം മുമ്പോട്ട് പോകും? ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു ഒരു ജനറേഷൻ അവർ താല്പര്യത്തോടു കൂടി എടുക്കും. ഐ എം നോട്ട് ഷുവർ ദ നെക്സ്റ്റ് ജനറേഷൻ വിൽ ബി ഇൻ ദ സെയിം വേ. ഇല്ല, പറ്റുമോ? മക്കളായിട്ട് ഒരു മെത്രാച്ചൻ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ മക്കളായിട്ട് അവിടെ ഒരു അരമന മേടിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. അപ്പൊ ഇത് സ്ട്രൈക്ക് വെൻ ദ അയൺ ഈസ് ഹോട്ട്. ഇത് നമുക്ക് നല്ലൊരു സുവർണ കാലഘട്ടമാണ്. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു ആസ്ഥാനം ഉണ്ടാവണം. അതേപോലെ തന്നെ അവർക്ക് ഈ നാട്ടിലുള്ള സഭ എന്താണെന്നും നാട്ടിലെ സഭ ഏതൊക്കെ പീഡനത്തിലൂടെയാണ് കടന്നു പോകണതെന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് നമ്മുടെ അവിടുത്തെ സംവിധാനവും ശക്തമാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി താല്പര്യമെടുക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. ഈ തലമുറ ഉള്ള ഒരു കാലത്ത് നമുക്കൊരു ആസ്ഥാനം ഉണ്ടാവണം. ആസ്ഥാനം ഉണ്ടായെങ്കിൽ വെച്ചാൽ എല്ലാം സെൻട്രലൈസ്ഡ് ആക്കാം. അതായത് ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് ഈ ആസ്ഥാനം, അതായത് പരിശുദ്ധ സഭയെക്കുറിച്ച് അറിയാൻ, സഭാവിശ്വാസികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അങ്ങനെ എല്ലാ തലത്തിലും എല്ലാത്തിനും വെച്ചാൽ എല്ലാത്തിനും. ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് കഷ്ടാനുവാഴ്ചയ്ക്ക് അച്ഛന്മാർ വരുന്നു, അവർക്ക് താമസിക്കാനൊക്കെ നമ്മൾ എവിടെയൊക്കെ സ്ഥലം അന്വേഷിക്കുന്നു, ഈ B&Bയിലൊക്കെ കൊണ്ട് താമസിപ്പിക്കുന്നു. അച്ഛൻ നമുക്കൊരു ആസ്ഥാനം ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ താമസിക്കാം, മെത്രാപ്പോലിത്തേക്ക് താമസിക്കാം. ഒരു ഓഫീസിൽ ഒരു അച്ഛന് അവിടെ റെസിഡൻസ് ആവാം, അവിടെ ഒരു പള്ളി ഉണ്ടാവും, അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാവും, അതിനോട് ചേർന്ന സൗകര്യങ്ങളുണ്ടാകും. നമ്മുടെ ക്യാമ്പുകൾ, കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. ഏതൊരു വിശ്വാസിക്കും UK ഭദ്രാസനത്തിലുള്ള അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മുടെ ആസ്ഥാനം അവിടെ ഉണ്ട്, അവിടെ പോയാൽ നമുക്കൊരു ആശ്വാസം ഉണ്ടെന്നൊരു തോന്നലിലേക്കും എത്തുമല്ലോ. തീർച്ചയായിട്ടും. ഇത് ചുമ്മാ ഒരു കെട്ടിടം വാങ്ങിച്ച് നമ്മൾ നമ്മുടെ കസ്റ്റഡിയിലാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പക്ഷേ ഇതൊരു ദീർഘവീക്ഷണമായിരിക്കണം. ഇത് ഇന്നത്തേക്ക് വേണ്ടിയുള്ള ഇത് നമ്മൾ എന്നാ പറയുന്നത്, ചുമ്മാ സാധാരണ ഇന്ന് ജീവിച്ചു പോകാനുള്ള അതല്ല, നമ്മുടെ ഫ്യൂച്ചർ. അതായത് ഒരു ഭാവിയെക്കുറിച്ച് മനസ്സിൽ ഇന്ന് കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിനെ കാണാറ്. UK ഭദ്രാസനത്തിൽ പലരും, ഞാൻ അവിടെ പലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ ചിലരൊക്കെ പല ആശങ്കകളോ, ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മെയിൻ്റനൻസ് വരില്ലേ, ചിലവ് വരില്ലേ, നമ്മളത് കണ്ടെത്തണ്ടേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. ഇപ്പം നമ്മൾ പുതിയൊരു കെട്ടിടം പണിതാലും അതിന് മെയിൻ്റനൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് സ്വാഭാവികമല്ലേ ചിലവുകൾ എന്ന് പറയുന്നത്. അത് പഴയതായാലും പുതിയതായാലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? ഇപ്പോൾ 51 പള്ളികളായി നമ്മുടെ ഭദ്രാസനത്തിൽ. 51 പള്ളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 3000 ഫാമിലീസ് ഉണ്ടായിരിക്കാം. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്, ഉണ്ടായിരിക്കാം. ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയില്ല. കാരണം ഈ UK വന്ന് അവിടെ ഉള്ള യാക്കോബായക്കാരെല്ലാവരും പള്ളിയിൽ വന്നില്ല. ചില യാക്കോബായക്കാർക്ക് വേറെ പള്ളികളിലും വേറെ സഭകളിലൊക്കെ പോകുന്നുണ്ട്. എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ 51 പള്ളികൾക്കൊന്നും ഒരു വലിയ ഭാരമല്ല ഇത് ഭാവിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്, പള്ളിയുണ്ട്. നമുക്കത് ഇപ്പോൾ ലെക്ചർ പള്ളിക്കാർ വന്ന് അവിടെ അത് റെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റെന്റ് നമുക്ക് കിട്ടും. ഭദ്രാസനത്തിനല്ലേ അതൊരു വരുമാനമാണല്ലോ. അതുകൊണ്ട് അതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ പോവില്ലേ. അച്ഛാ വൺസ് ഇത് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ തിരുമേനി. നമുക്കതിന് പ്രാർത്ഥിക്കാം. എല്ലാവരും, എല്ലാ വൈദികരും, UK ഭദ്രാസനത്തിലെ കൗൺസിലും എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണല്ലോ. തിരുമേനി, നമ്മളുടെ UK ഫാമിലി കോൺഫറൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കരോൾ വിരുന്നിനെ കുറിച്ച് പറഞ്ഞു, യൂത്ത് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്, വനിതാ സമാജം, സൺഡേ സ്കൂൾ, ഇവരുടെയൊക്കെ ക്യാമ്പുകൾ, കലോത്സവം, ഇതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ 2026 ഫാമിലി കോൺഫറൻസ് വരികയാണ്.
അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ന്യൂകാസിലിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത്. അവിടെ ആ ഒരു ഫാമിലി കോൺഫറൻസിൻ്റെ നമ്മളെല്ലാവരെയും ക്ഷണിച്ചു തുടങ്ങി. തിരുമേനിയുടെ ഒരു ചിന്ത എന്താണ് ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസിനെ കുറിച്ച്? ഈ ഫാമിലി കോൺഫറൻസ് എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും ഒരു കേരളത്തിന് വെളിയിലുള്ള ഒരു സമൂഹത്തിന് ആവശ്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിന് വെളിയിൽ, ഈ ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു യാക്കോബായ സമൂഹത്തിന് അത് നിർബന്ധമായിട്ടും ആവശ്യമാണ്. കാരണം ഒരു വർഷത്തിൽ ഒരുമിച്ചൊന്ന് കൂടാൻ, കാണാൻ, പരസ്പരം ഒന്ന് ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ, അങ്ങനെ ഒത്തിരി പ്രത്യേകതകളും ഒത്തിരി നന്മകളും ഇതിൻ്റെ പിന്നിലുണ്ട്. അതെ, ഈ ഫാമിലി കോൺഫറൻസ് ഞാനിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഇത് നാലാമത്തേതാണ് കഴിഞ്ഞു. 3 നല്ല ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ പറ്റി. നല്ല നാട്ടിൽ നിന്ന് നമുക്ക് നല്ല സ്പീക്കേഴ്സിനെ കൊണ്ടുവരാൻ പറ്റി. അവിടെ നിന്നും തന്നെ നമുക്ക് ലഭിച്ചു നല്ല രീതിയിൽ. കഴിഞ്ഞ വർഷം നമ്മുടെ ബാബാദേവി വന്നു. അപ്പോൾ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ഇതൊരു ശക്തി പ്രകടനവും കൂടെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ശക്തിയെ നമ്മൾ ഇത്രയും വലിയൊരു സ്ട്രെങ്ത്തോടെ ഉണ്ടായിട്ട് നമുക്ക് വർഷത്തിലൊരിക്കലൊന്ന് കൂടിയിട്ട് ഇത് യാക്കോബായക്കാരനാടാ എന്ന് നമുക്കൊന്ന് ഉള്ളറച്ചൊന്ന് സംസാരിക്കാൻ, ഒന്ന് പറയാൻ, ഒന്ന് അഭിമാനം കൊള്ളാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഈ ഫാമിലി കോൺഫറൻസ്. ഈ വർഷം നമ്മളത് ന്യൂകാസിലാണ്. ന്യൂകാസിലുകാർ എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമായിട്ട് അവർ ആഗ്രഹിക്കുക അവിടെ നടത്തണം. കഴിഞ്ഞ പ്രാവശ്യം നടത്തണമെന്ന് അവർ നിർബന്ധം പറഞ്ഞു. പക്ഷേ ബാബാതിരുമേനിയുടെ വരവെല്ലാം കാരണം എല്ലാവർക്കും ഒക്കെ സംബന്ധിക്കാൻ വേണ്ടി നമ്മൾ ബർമിംഗ്ഹാമിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം ന്യൂകാസിൽ എന്നെ വിളിച്ച് പലരും പറഞ്ഞു അവിടെ പോയാൽ ആൾ കുറഞ്ഞു പോകും, അത് കുറച്ചുകൂടെ സ്കോട്ട്ലൻഡ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ അതിൻ്റെതായ പോരായ്മ, ആൾക്കാർക്ക് ഇവിടെ ലണ്ടൻ സെൻട്രൽ ലണ്ടനിൽ നിന്നൊക്കെ 7 മണിക്കൂർ യാത്രയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും ന്യൂകാസിലുകാരുടെ വലിയൊരു താല്പര്യമാണ്, അവരുടെ വലിയൊരു ആഗ്രഹമാണ്, അവരുടെ വലിയൊരു നിശ്ചയദാർഢ്യമാണ് ഇതവിടെ നടത്തണമെന്നുള്ളത്. അതുകൊണ്ട് നല്ല ഹോളൊക്കെ എടുത്തു. എല്ലാ സംവിധാനങ്ങളും അവരതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ റെഡിയാക്കി. ഈവൻ അച്ഛനറിയാവോ, ഹോട്ടൽ പോലും അവർ പോയി പേഴ്സണലി കണ്ട് 30% ഡിസ്കൗണ്ട് പോലും ആക്കി വെച്ചേക്കുക. അതെ, ഒരു വലിയൊരു സാധ്യതയാണ്. മാത്രമല്ല നമുക്കറിയാം UK-ലൊക്കെ ജീവിക്കുന്ന ആളുകൾ ജോലിയും തിരക്കും കാരണം ജീവിതത്തിൽ പലതരം സ്ട്രെസ്സുകളിലൂടെ പോകുന്നവരാണ്. ഈ ഒരു കൂടിച്ചേരൽ പലരുമായി കണ്ടുമുട്ടാനും സംസാരിക്കാനും ബന്ധം പുതുക്കാനും ഒരു ആത്മീയ അന്തരീക്ഷം വരുമ്പോൾ തന്നെ അതിനൊക്കെ ഒരു നല്ല വേദിയാണ് അല്ലേ ഫാമിലി കോൺഫറൻസ്. അപ്പോൾ ഫാമിലി കോൺഫറൻസ് വൻ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. തിരുമേനി കരോൾ വരുന്നത് നമ്മൾ കഴിഞ്ഞ 2014 മുതൽ ഓൺലൈൻ നടത്തുന്നുവെങ്കിലും കഴിഞ്ഞ 2 വർഷമായി അഭിവന്യ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി വളരെ മനോഹരമായിട്ട് നടത്തുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം 1400ഓളം ആളുകൾ പങ്കെടുത്തു. നിരവധി ഫാമിലി കോൺഫറൻസിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തു. നിരവധി ടീമുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം ഡിസംബർ മാസം 6-ാം തീയതി ഞായറാഴ്ച നമ്മൾ നടത്താൻ വേണ്ടി ചിന്തിക്കുകയാണ്. അത് മിഡ്ലാൻഡ്സിൽ ബർമിംഗ്ഹാമിൽ വെച്ചിട്ട് നടത്താൻ ചിന്തിക്കുകയാണ്. തിരുമേനിയുടെ ഒരു ചിന്ത എന്താണ്? അല്ല അച്ഛാ, ഈ ഭദ്രാസനത്തിൻ്റെ കൂടിവരവുകൾ അത് ഭദ്രാസനത്തെ ബലപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മുടെ ഭദ്രാസനത്തിൽ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. പാടാൻ കഴിവുള്ളവരുണ്ട്, എഴുതാൻ കഴിവുള്ളവരുണ്ട്, അതേപോലെ തന്നെ മറ്റ് എലിക്യൂഷൻ പോലെയുള്ള പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ട്. അങ്ങനെ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവർക്കൊരു നമ്മളൊരു വേദി കൊടുക്കണ്ടേ അച്ഛാ? തീർച്ചയായിട്ടും. ഈ കരോൾ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ സമ്മാനം മേടിക്കാൻ വരുന്നത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പലരിൽ നിന്നൊക്കെ കേട്ടു, ചില പള്ളികളിൽ നിന്നൊക്കെ വന്ന് അവതരിപ്പിച്ച കാരൽ സിംഗിങ്സ് ഒക്കെ ഉണ്ടല്ലോ, എന്താ പറയുന്നത്, ഭയങ്കര മെലോഡിയസ് അല്ല, ഒരു ഡിവൈൻലി ഫീലിംഗ് ആണ്, ഭയങ്കര അർത്ഥമാണ്. സമ്മാനം അവസാനം ജഡ്ജസിന് തന്നെ കൺഫ്യൂഷൻ ആയെന്ന് പറഞ്ഞു, ആർക്ക് കൊടുക്കണം, എവിടെ കൊടുക്കണം, മാർക്ക് ആർക്ക് കൂടുതൽ കുറവ്. അങ്ങനെ നമുക്കങ്ങനെ ഒത്തിരി കഴിവുള്ള ഒരു തലമുറയുണ്ട്. അവരെ നമുക്ക് യോഗ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അത് ഈ ക്രിസ്മസിന്റെ സീസണിലൊക്കെ ആകുമ്പോൾ പിന്നെ ഇതൊരു വലിയ സന്ദേശമല്ല അച്ഛാ? തീർച്ചയായിട്ടും ക്രിസ്മസിന്റെ സന്ദേശം ഈ ഗാനങ്ങളിലൂടെ അതേപോലെ തന്നെ ഇതേപോലെ അവതരണങ്ങളിലൂടെയൊക്കെ അല്ലേ നമ്മൾ പ്രചരിപ്പിക്കണം. നമുക്കൊന്ന് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം. ഈ നമ്മുടെ കരോൾ വരുന്ന് കഴിഞ്ഞ വർഷത്തെ ഒരു കൗണ്ടും അതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ വെച്ച് പറഞ്ഞാൽ കേരളത്തിന് വെളിയിൽ പരിശുദ്ധ സഭയിലെ ഏറ്റവും വലിയ ആളുകൾ പങ്കെടുത്ത ഒരു മത്സരം എന്നുള്ള രീതിയിൽ ഒരു ഇവൻ്റായിരുന്നു നമ്മുടെ UK ഭദ്രാസനത്തിൻ്റെ കരോൾ വരുന്നത്. ഈ വർഷവും നമുക്ക് അതേ വിജയത്തിലേക്ക് പോകും എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകാൻ തിരുമേനി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകണം. അതെ.